ത്തിലുണ്ടായ രോഗങ്ങൾ വരെ മാറ്റി എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് ആരത് മാറ്റി? ആരുടേതാ മാറ്റിയത്? അത് ചില കാറ്റിന്റെ കറാമത്തുകളാണ്. ഞാൻ പറയും, കോഴിക്കോട്ടേര് പറയും, നിലമ്പൂരൊക്കെ ഒരുപാട് ആളുകൾ അത് മാറ്റിയിട്ടുണ്ട്. നിലമ്പൂർക്കാർ പറയും ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ശബക്കത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആനമയിൽ ഒട്ടകം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഈ സ്കൂള് ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവുമ്പോ ഞാനിത് കാണാറുണ്ടായിരുന്നു. ഈ ആനമയിൽ ഒട്ടകത്തിന്റെ ആളുകൾ സത്യത്തിൽ ആരാ? അതിന്റെ ആളുകൾ തന്നെയാ. നിങ്ങൾക്ക് അതും അറിയില്ല മനുഷ്യന്മാരെ. ഈ ആനമയിൽ ഒട്ടകം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. എന്താ, ഒരാൾ ഇങ്ങനെ തിരിക്കുക, അങ്ങനല്ലേ? ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് വെക്കുക, എന്നിട്ട് അതിന് പൈസ വെച്ചാൽ കമ്പനിക്ക്, കാലി അടിച്ചാൽ കമ്പനിക്ക്, അങ്ങനെയൊക്കെ പറയൂലേ? ഒന്ന് പറഞ്ഞു തരും മനുഷ്യന്മാരെ. ഇത് എന്താണ്? നമ്മളൊരാളങ്ങനെ നോക്കി നിൽക്കും. ഒരാളങ്ങനെ നോക്കിക്കുമ്പോ നമ്മൾ ഈ ആനമയിൽ ഒട്ടകത്തിന് അടുത്തേക്ക് ഇങ്ങനെ ചെന്നാല് ഒരാളിങ്ങനെ 10 നോട്ട്, 100 നോട്ട്, 50 നോട്ട് ഇങ്ങനെ വാരിക്കൊണ്ട് പോകുന്നുണ്ടാവും. വെക്കുന്ന ഇതിന് ഇയാൾ പോക്കറ്റിൽ ഇടുന്നു. വെക്കുന്ന 10 വെച്ചാൽ 100 കിട്ടുന്നത്. ഇത് നമ്മൾ വിചാരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മുതലാളിയാകാൻ ഇതന്നെയാണ് ചാൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഉടനെ നമ്മൾ വെക്കും. നമുക്ക് ജീവിതത്തിൽ പോക്കറ്റ് കീറിയെന്നല്ലാതെ എന്റെ അങ്ങനെയായത് ആനമയിലിന് ഒട്ടകത്തിന് വെച്ച ആള് ഒന്നിരിക്കാൻ എന്റെ ഓണറാവും, അല്ലെങ്കിൽ കൂടെയുള്ള ഹെൽപ്പറാവും. ഇതന്നെ. അപ്പൊ ഇത്തരം ഈ ശബക്കത്തിൽ ഇത് വലിയ സംഗതിയാ. ഈ ശബക്കത്ത് ഇവിടെ സമൂഹത്തിൽ ഒരു പ്രത്യേകമായ ഒരു നെറ്റ്വർക്ക് ഇതിന്റെ പിന്നിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത് ഓരോ പ്രദേശത്തും ആ നെറ്റ്വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക സമൂഹം ഇതിന്റെ പിന്നിലുണ്ട്. വലിയൊരു അവസരത്തിൽ ഈ കന്നാസ് മുഴുവൻ തീർന്ന ഒരു 8 കൊല്ലം മുമ്പ് താനൂരിലേക്ക് അഡീഷണൽ ബസ് സർവീസ് ഉണ്ടായി. ആ മലപ്പുറം ജില്ലയിലേക്ക് പെണ്ണുങ്ങൾ മുഴുവൻ നേരം വെളുത്താൽ അങ്ങോട്ട്, ഇപ്പോഴുണ്ട്, ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ വിശദീകരിക്കണില്ല. അതൊക്കെ ആരോഗ്യകരമല്ലാത്ത ചികിത്സകളാകുന്നു. ചില പ്രദേശങ്ങളിലൊക്കെ ബസ് ഇങ്ങനെ ഫുൾ ലോഡ് വന്നിട്ട് ചിലടത്ത് വന്ന് ഇറക്കി പോകുന്ന ചില സിദ്ധപ്പണികൾ ഇന്നും നമ്മളെ നാട്ടിൽ നടക്കുന്നു. അതത്ര നല്ല ഒരു ഏർപ്പാടൊന്നല്ല. അതിൽ വലിയ വിഷയം എന്താണെന്നറിയോ ഉണ്ടായത്? ഇങ്ങനെ ഊതി വെള്ള ഊതി കൊടുത്ത് ഈ കന്നാസ് നിറച്ചു കൊണ്ടുപോയി ചാപ്പനങ്ങാടി, പരപ്പനങ്ങാടി, താനൂര്, തിരൂര്, വൈലത്തൂര്, കോട്ടക്കല്, അടുക്കള, ചട്ടിപ്പറമ്പ്, ആ ഭാഗത്തുള്ള മുഴുവനും പൊടി പിടിച്ച കന്നാസ് മുഴുവനും ഒക്കെ തീർന്നു. വെള്ളം കുത്തിന് ഊതി കൊടുക്കാൻ നേരം കിട്ടാഞ്ഞിട്ട് കിണറ്റിൽ ഊതി മുക്കിക്കൊണ്ടുപോകാൻ പറഞ്ഞു എന്നാ പറഞ്ഞു. മനസ്സിലായില്ല? അത് അറിഞ്ഞിട്ടില്ല നിങ്ങള്? അവസാനം വിവരം കിട്ടിയത് മുറിച്ചിട്ടില്ലായിരുന്നു എന്നാ. തിരിഞ്ഞില്ല. ഷെഹുനാൻ്റെത് മുറിച്ചിട്ടില്ലായിരുന്നു, തിരിഞ്ഞില്ല. ഞാൻ വിശദീകരിക്കണില്ല, എനിക്ക് പരിധിയുണ്ട്. തിരിഞ്ഞില്ലല്ലോ പ്രശ്നം. ഇനി എന്താ ബാവ അതിനേക്കാളൊരു പച്ച പറയല്? ഈ ഷെയ്ഖുനാൻ്റെത് മുറിച്ചിട്ടില്ല, മാർക്ക കല്യാണം കഴിച്ചിട്ടില്ല, സാധനം നമ്മളാളല്ല. എന്നെ കാര്യം ഈ ജാതി കുറെ പുതിയ ഔലിയാക്കന്മാർ, ഔലിയാപ്പാപ്പാന്റെ കറാമത്ത് കോഴിക്കോട്ട് നിലമ്പൂര് കേൾക്കും, നിലമ്പൂര് കോഴിക്കോട്ട് കേൾക്കും. അങ്ങനെ ആ കറാമത്ത് ഈ കാറ്റ് വീശുന്ന കറാമത്തിന്റെ ഔലിയാപ്പാപ്പമാരെ തന്നെ കാക്കണം. ഇതെല്ലാവരും ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. കറാമത്ത് വളരെയുള്ള കാര്യാ. നിങ്ങൾക്കറിയാലോ, കറാമത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനപരമായ സത്യമാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. ഖുർആൻ സാക്ഷിയാ, ഹദീസ് സാക്ഷിയാണ്. ഒരാളതിനെ നിഷേധിച്ചാൽ അവന് ഈമാൻ പോലും കിട്ടില്ല. അത്രയും ഖുർആൻ ബലപ്പെടുത്തിയ, ഹദീസ് ബലപ്പെടുത്തിയ കാര്യമാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ ഈ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ പല കാര്യത്തിനും അത് കാണുന്നുണ്ടല്ലോ. ഞാൻ വിശദീകരിക്കണില്ല. കറാമാത്തിന്റെ വേദികൾ എന്താ ഇപ്പൊ ജനങ്ങളോട് പറയേണ്ടത്? എല്ലാരും നാവിലും കറാമാത്താണ്. ഈ അടുത്ത ദിവസം ഒരാളൊരു കുട്ടിക്ക് സുഖമില്ല. അപ്പൊ കുട്ടിക്ക് സുഖമില്ലാത്ത ഒരാള് ഒരു സ്ഥലത്ത് എന്നെ കണ്ടു. അപ്പൊ ഇയാൾ പറയും, ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല. പ്രസവിച്ച അന്ന് മുതലേ ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. ഒന്നുമില്ല, പല ആളുകളെയും ബന്ധപ്പെട്ടു. എന്നിട്ട് ഈ കുട്ടിക്ക് ചെവി കേട്ടിട്ടില്ല. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ഇനി ചെവി കേൾക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇയാൾ പിന്നെ എന്നോട് പറയാണ്, ഒരു സദസ്സുണ്ട് ഇപ്പൊ ഈ റമളാൻ മാസത്തിൽ ഒരു സ്ഥലത്ത് ഒരു സദസ്സുണ്ട്, വലിയ കറാമത്തിന്റെ സദസ്സാന്നാണ് കേട്ടത്. അതുകൊണ്ട് അവിടെ പോയ ആ കുട്ടിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നാണ് എല്ലാരും ഉറപ്പിച്ച് പറയണത്. ഞാൻ ഏതായാലും അതിന് ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങണ്ടെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അയാൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഞാനത് പറഞ്ഞാൽ ഇയാൾ എതിർ ഗ്രൂപ്പാണെന്നാണ് വിചാരിക്കുക. സത്യം മനുഷ്യന്മാർ ഉൾക്കൊള്ളൂല. ഇത് വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ഊതി ഉറപ്പിച്ച് ആർക്കായി കറാമത്ത് കിട്ടിയത്?
ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലെല്ലാവരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്കബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്കബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ട് ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഖോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളാണ്ട് ഔലിയാപ്പാവുക. പിറ്റേന്നോന് പിറുപുറു 4 ദിവസം ആണ്ട് അജ്മീർ പോവുക. 5ാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറുപുറു നടന്നിട്ട് വരിക. അതിന് അലിപ്പറിയോ ബാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കെട്ടേണ്ടതാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലുമില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഒരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തി ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്കാണ്.